Hello everyone, welcome to Entria. So, നമ്മുടെ ബാങ്ക് എക്സാം കാൻഡിഡേറ്റ്സും അതേപോലെ തന്നെ SSC RRB കാൻഡിഡേറ്റ്സിനും 2022 അവരുടെ എക്സാമിന്റെ ഭാവി എന്താകും എന്നൊരു ആകാംക്ഷയോട് കൂടിയിട്ടിരിക്കുകയാണ്. അതിന് കാരണം വരാൻ പോകുന്ന NRA CET കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇപ്പോഴും NRA CET പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. CET വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ CETയുടെ ഒരു സ്ട്രക്ചർ എന്തായിരിക്കും, അതിൽ ഉൾപ്പെടുന്ന എക്സാംസ് ഏതൊക്കെയായിരിക്കും, CET വരുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ബട്ട് നമ്മൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, CETയുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റോ CETയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റോ ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി ഔട്ട് ഇൻ 2022 മാർച്ച്. ഓക്കെ, അടുത്ത മാർച്ചില് ഇതെല്ലാം ഔട്ട് ആകും എന്നൊരു എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള അപ്ഡേറ്റ് അനുസരിച്ച് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തുന്ന CET എക്സാംസിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു അവയർനെസ് നമുക്ക് മാർച്ച് 2022 കിട്ടും എന്നുള്ളതാണ്. അതായത് സിലബസ്, പാറ്റേൺ, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ബട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു അസംഷൻ വെച്ചിട്ട് എന്തായിരിക്കും CET എന്നുള്ളതും, ഏതൊക്കെ കാൻഡിഡേറ്റ്സ് ഏത് രീതിയിൽ അവരുടെ പ്രിപ്പറേഷൻ ചേഞ്ച് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക് NRA CET. സോ ആദ്യം തന്നെ ഈ NRA CETയുടെ ഫുൾ ഫോം നിങ്ങൾ അറിയാം. NRA മീൻസ് നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി. അപ്പോൾ ഇതൊരു ഏജൻസിയാണ്, ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. നമുക്കറിയാം SSC ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്, RRB ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്, IBPS ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. അപ്പൊ NRA എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് ഗവൺമെന്റിന്. അപ്പം ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ അണ്ടറിലായിരിക്കും ഈ വരാൻ പോകുന്ന എക്സാംസ് എല്ലാം വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതിന്റെ CET എന്ന് പറഞ്ഞാൽ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് CETയുടെ ഫുൾ ഫോം. അപ്പം ഇതൊരു കോമൺ ടെസ്റ്റ് ആണ് അല്ലെ, C ഫോർ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ എന്തിനോ വേണ്ടി എലിജിബിൾ ആകുന്ന ഒരു കോമൺ ടെസ്റ്റ്. അപ്പൊ കോമൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചേറെ സംഗതികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ SSC എക്സാംസ്, രണ്ടാമത്തെ RRB എക്സാംസ്, മൂന്നാമത്തെ IBPS എക്സാംസ്. ഇത്രയുമാണ് നമുക്ക് കൺഫേംഡ് ആയിട്ട് CETയുടെ ഉള്ളിൽ വരും എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ. അപ്പൊ ഈ മൂന്ന് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തുന്ന പരീക്ഷകൾ ഇനി കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് വഴിയായിരിക്കും അതിന്റെ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ബിഗിന്നർ ലെവൽ സ്ക്രീനിങ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അപ്പൊ NRA CETയുടെ ബാക്കിയുള്ള കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. സോ വാട്ട് ഈസ് CET? എന്താണ് CET? എല്ലാവരും മേജർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ഉണ്ട്. The government has decided to conduct a single common eligibility test for multiple vacancies with the same educational qualification from the year 2022 onwards. All the group B and C post or vacancy phase 1 or preliminary test would be conducted by the National Recruitment Agency, which is NRA, using the single common eligibility test. സോ എന്താണ് നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി ഒരു സിംഗിൾ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിലൂടെ ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ടുള്ള ഫേസ് 1 അല്ലെങ്കിൽ പ്രിലിമിനറി ടെസ്റ്റ് നടത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനിഷ്യലി 3 ഗവൺമെന്റ് ഏജൻസീസ് പോസ്റ്റ് വിൽ ബി റിക്രൂട്ടഡ് ബൈ യൂസിംഗ് CET എക്സാം. നമ്മൾ പറഞ്ഞു മേജർ 3 റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഗവൺമെന്റ് ഏജൻസീസിന്റെ എക്സാം ആയിരിക്കും CETയിൽ വരിക എന്നുള്ളത്. സോ നെക്സ്റ്റ് പോയിന്റ്, the NRA CET scorecard, the scorecard will be very valuable as it will be accepted by various PSU, state government, private companies and UT agencies. അപ്പൊ നോക്കുക, ഈ ഒരു CET സ്കോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗേറ്റ് സ്കോറിനെ പറ്റിയിട്ട് അറിയാം. ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ എന്തെല്ലാം ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു IQ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ്നെസ് അത് അളക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ട് ഈ CET സ്കോർ കാർഡ് മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇത് വെരി വാല്യുബിൾ ആണ് എന്നാണ് പറയുന്നത്. എന്തിനൊക്കെ? PSU, സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രൈവറ്റ് കമ്പനീസ്, UT ഏജൻസീസ്, ഇതിലേക്ക് എല്ലാമുള്ള പോസ്റ്റിന് ഈ ഒരു CET സ്കോറിൽ ഒരു കൺസിഡറേഷൻ വരും എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം.
So besides IBPS, RRB and SSC, Minister Jitendra Singh in a press conference said that NRA CET score will be applicable to other agencies also. അപ്പൊ എന്താണ് മറ്റുള്ള ഏജൻസികളിലേക്ക് ഈ പറയുന്ന SSC, RRB, ബാങ്ക്, IBPS ഈ 3 സെക്ഷൻസിലാണ് ഇപ്പൊ ആപ്ലിക്കബിൾ എങ്കിലും ഈ ഒരു CET സ്കോർ മറ്റു പല ഏരിയാസിലൂടെ എക്സ്റ്റെൻഡ് ആയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇത് വെരി വാല്യുബിൾ സ്കോർ ആണ് നിങ്ങൾക്ക് ഈ CET വഴി കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് വാട്ട് ഈസ് CET എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഇതിനകത്ത് എക്സാംസ് ദാറ്റ് കംസ് അണ്ടർ CET നമ്മൾ പറഞ്ഞായിരുന്നു SSC, RRB, IBPS ഈ 3 ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഏജൻസീസിന്റെ എക്സാംസിന്റെ ഫേസ് 1 ആണ് CET വഴി നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള എക്സാംസ്, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, MTS നോൺ ടെക്നിക്കൽ, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C and D, ജൂനിയർ എഞ്ചിനീയർ, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ CPO, കോൺസ്റ്റബിൾ GD, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആൻഡ് സെലക്ഷൻ പോസ്റ്റ്, SSC അണ്ടറിൽ നടക്കുന്ന ഇത്രയും എക്സാംസിന്റെ ഫേസ് 1 അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാം ഏത് വഴിയായിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുക? NRA CET വഴിയായിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുക. എന്ന് പറയുമ്പോൾ ഈ എക്സാംസ് എല്ലാം ഒരൊറ്റ CET അണ്ടറിലായിരിക്കില്ല. 10th ലെവൽ, +2 ലെവൽ, ഗ്രാജുവേറ്റ് ലെവൽ ഈ 3 ലെവലിലായിരിക്കും CET കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ നടക്കുന്നത് ഗ്രാജുവേറ്റ് CET-യിലായിരിക്കും, ഹയർ സെക്കൻഡറി നടക്കുന്നത് +2 ലെവലിലായിരിക്കും. ഇങ്ങനെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് 3 ലെവലിലായിട്ടാണ് CET കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഈ എക്സാംസ് എല്ലാം പെടും. അപ്പൊ SSC നടത്തുന്ന ഇത്രയും എക്സാംസ് എന്തിന്റെ അണ്ടറിൽ വരും? CET അണ്ടറിൽ വരും. സോ ഇനി നമുക്ക് RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഏതൊക്കെ എക്സാംസ് ആണ് ഇതിന്റെ അണ്ടറിൽ വരിക? NTPC എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ട്രാഫിക് അസിസ്റ്റന്റ്, ഗുഡ്സ് ഗാർഡ്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ടൈം കീപ്പർ, കൊമേഴ്ഷ്യൽ അപ്രന്റീസ്, സ്റ്റേഷൻ മാസ്റ്റർ, അങ്ങനെ NTPCയുടെ ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള എക്സാംസും അതിന്റെ ഫേസ് 1 എന്ന് പറയുന്നത് ഏത് വഴി നടക്കും എന്നാണ് പറയുന്നത്? CET വഴി നടക്കും എന്നാണ് പറയുന്നത്. അതുപോലെ RRB ജൂനിയർ എഞ്ചിനീയർ ഇൻഫർമേഷൻ ടെക്നോളജി, NTPC അല്ല, ജൂനിയർ എഞ്ചിനീയർ ആണ്, JE ആണ്. ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പറിന്റൻഡന്റ്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ RRB ALPയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ എന്നീ എക്സാംസും RRB ഗ്രൂപ്പ് D അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് ബ്രിഡ്ജ്, അസിസ്റ്റന്റ് C&W, അസിസ്റ്റന്റ് ഡിപ്പോർട്ട്, ലോക്കോ ഷെഡ്, ഇലക്ട്രിക്കൽ ഓപ്പറേഷൻസ്, ഇലക്ട്രിക്കൽ പോയിന്റ്സ്മാൻ, സിഗ്നൽ ആൻഡ് ടെലികോം, ട്രാക്ക് മെഷീൻ, LT and AC, TL and AC, TRD, workshop, assistant works, hospital assistant, track maintainer grade 4. അപ്പൊ ഇത്രയും എക്സാംസ് ഈ CET അണ്ടറിൽ നടക്കും എന്നാണ് പറയുന്നത്. നോക്കുക, RRB അണ്ടറിൽ വരുന്ന എത്ര എക്സാംസ് ആണ് CET അണ്ടറിലേക്ക് പോവുക എന്ന് നോക്കണം. നമുക്കറിയാം NTPC ഒരു 2 വർഷത്തോളം എക്സാംസ് കണ്ടക്ട് ചെയ്തില്ലായിരുന്നു. അതൊക്കെ CET അണ്ടറിൽ ഉൾപ്പെടുത്താനാണോ അല്ലയോ കഴിഞ്ഞ ഇടയ്ക്കാണ് നടന്നത്. ഇനി വരുന്ന എല്ലാ RRB എക്സാംസും CET അണ്ടറിലേക്ക് പോകും എന്നാണ് പറയപ്പെടുന്നത്. ഇനി IBPSന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ IBPS മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന പ്രൊബേഷണറി ഓഫീസർ, അതേപോലെ തന്നെ ക്ലർക്ക്, അതേപോലെ RRB റീജിയണൽ റൂറൽ ബാങ്ക് ആണ് RRB, റീജിയണൽ റൂറൽ ബാങ്ക് ആണ് RRB. അതായത് നമ്മുടെ ഗ്രാമീൺ ബാങ്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് RRB. അപ്പൊ ഇതിന്റെ IBPS RRB ഓഫീസർ സ്കെയിൽ 1, IBPS RRB ഓഫീസ് അസിസ്റ്റന്റ്, IBPS SO means സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ഇത്രയും എക്സാംസും ഏതിന്റെ അണ്ടറിലേക്ക് പോകും? CET അണ്ടറിലേക്ക് പോകും. അപ്പൊ നോക്കുക, എത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് CET വഴി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ആലോചിക്കുക. കാരണം നിങ്ങളിപ്പോ ഒരു ബാങ്ക് ആസ്പിറന്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള SSC RRBയിലേക്ക് കൂടി നിങ്ങളുടെ ഹാൻഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് CET വഴി കിട്ടുന്നത്. സിമിലർലി SSCയിലുള്ളവർക്ക് ബാക്കി 2 ഏരിയാസിലും RRBയിലുള്ളവർക്ക് ബാക്കി 2 ഏരിയാസിലും നിങ്ങളുടെ ക്ലച്ചസ് ഉറപ്പിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു 1 ആയിരുന്നത് ഒരു 3 എന്ന് പറയുന്ന ലെവലിലേക്ക്, ഒരു ട്രിപ്പിൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് അത് ഓപ്പൺ അപ്പ് ആവുകയാണ് CET വഴി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ദീസ് ഏജൻസീസ് ആർ ഓൾസോ എക്സ്പെക്ടഡ് ടു ഇൻക്ലൂഡ് ഇൻ CET വന്നു കഴിയുമ്പോൾ, അതിന്റെ കംപ്ലീറ്റ് പ്രോസസ് ആയി കഴിയുമ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് റിക്രൂട്ടിംഗ് ഏജൻസീസ്, സ്റ്റേറ്റ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, യൂണിയൻ ടെറിട്ടറി ഏജൻസി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പ്രൈവറ്റ് കമ്പനീസ്, ഇതെല്ലാം CET സ്കോറിനെ ബേസ് ചെയ്ത് വരുമെന്നാണ് പറയപ്പെടുന്നത്. ബിക്കോസ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ത് CET സ്കോർ എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാം ആക്സസ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു സ്കോർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ ഒരു
മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവ് എക്സാം മാർക്കറ്റിൽ നമ്മൾ എത്രത്തോളം കോമ്പീറ്റന്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ലെവൽ എന്താണ് എന്ന് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സ്കോർ കാർഡ് ആയിരിക്കും എന്തിൽ വരിക, CET വഴി നമുക്ക് കിട്ടുക. അപ്പോൾ ഈ എക്സ്പെക്ടഡ് ഏജ് ആൻഡ് എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ പലരും ചോദിച്ചു കണ്ട ഒരു ഡൗട്ട് ആണ്. ഏത് ഏജ് ലിമിറ്റിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ആയിരിക്കും അതിന്റെ എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇവിടെ ഉണ്ട്. അതായത് ആദ്യം CET 10th ലെവൽ നോക്കാം. 10th ലെവൽ ആവുമ്പോൾ എക്സ്പെക്ടഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് എക്സ്പെക്ടഡ് ഏജ് ലിമിറ്റ്. ഇനി അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് 10 അതായത് SSLC മെട്രിക്കുലേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദിയർ ക്വാളിഫയിങ് എക്സാമിനേഷൻ ആർ നോട്ട് എലിജിബിൾ ഫോർ ദി എക്സാം. ഇതാണ് എക്സ്പെക്ടഡ്. അതായത് 10th പാസ് ആയിരിക്കണം. 10th അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ +2 ലെവലിലേക്ക് വരുവാണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് ദ ക്ലാസ് 12 or senior secondary board exam from a recognized board. അപ്പൊ എന്താ, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് ദ ക്ലാസ് 12 or senior secondary board. അവിടെ എന്തുണ്ടായിരിക്കണം, 12th അല്ലെങ്കിൽ ആ പറയുന്ന സീനിയർ സെക്കൻഡറി എക്സാം ക്ലിയർ ആയിരിക്കണം. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനും അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി CET ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുവാണെങ്കിൽ 18 to 32 അല്ലെങ്കിൽ 21 to 32 ആണ് ഇതിന്റെ എക്സ്പെക്ടഡ് ഏജ് ലിമിറ്റ്. അപ്പൊ ഇത് 18 or 21 നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരണം. അപ്പൊ 18 to 32 അല്ലെങ്കിൽ 21 to 32 ആണ് ഇതിന്റെ എക്സ്പെക്ടഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പൊ എന്താണ്, അവിടെ ഗ്രാജുവേഷൻ നിർബന്ധമാണ്. അപ്പൊ 10th ആയാലും +2 ആയാലും ഡിഗ്രി ആയാലും അതിന് അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. മൂന്നിലും കൃത്യമായിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ 10th അല്ലെങ്കിൽ +2 എക്സാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞവർക്ക് മാത്രമായിരിക്കും CETക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഇതിന്റെ കുറച്ച് ഹൈലൈറ്റ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആണ് കാര്യങ്ങൾ. കാരണം NRI CET എക്സാം വിൽ സ്റ്റാർട്ട് ഫ്രം 2022 ഓൺവേർഡ്സ്, അതായത് വരുന്ന വർഷം മുതൽ നടത്തപ്പെടുമെന്നാണ് പറയുന്നത്. CET will be a single preliminary exam. ഒറ്റ preliminary exam ആണ്. There will be 3 levels of CET exam, 10th +2 graduate. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. NRI CET സ്കോർ കാർഡ് വാലിഡ് ഫോർ 3 years. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോർ കാർഡ് 3 വർഷം ആ ഒരു സ്കോറിന് വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു സ്കോർക്ക് എപ്പോഴും നിങ്ങൾക്ക് ഈ preliminary exam എഴുതിക്കൊണ്ടിരിക്കണം. Get jobs in state government, PSU, public companies based on CET score. Opportunity 1:3 എന്നുള്ള രീതിയിലേക്ക് ഒരു ട്രിപ്പിൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടക്കുകയാണ്. NRI is an autonomous body. NRI National Recruitment Agency ഒരു autonomous ബോഡിയാണ്. CET syllabus and pattern would be decided by NRI in March 2022. സിലബസും പാറ്റേണും March 2022 നമുക്ക് അവൈലബിൾ ആയിട്ട് വരും ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി. The CET score will be shared with all the central government recruiting agencies. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ഏജൻസിയിലേക്കും ഷെയർ ചെയ്യപ്പെടും. 2 CET exam will be conducted per year. ഒരു വർഷം 2 CET എക്സാം നടക്കും. മിനിമം 1 എക്സാം സെന്റർ ഇൻ എവറി ഡിസ്ട്രിക്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും അറ്റ്ലീസ്റ്റ് ഒരു എക്സാം സെന്ററെങ്കിലും ഉണ്ടാകും. അൺലിമിറ്റഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് CET സ്കോർ. ഇവിടെ ഇംപ്രൂവ്മെന്റ് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ വരുന്ന CET-യിൽ എഴുതി അവിടെ എനിക്ക് ഔട്ട് ഓഫ് 100 ഒരു 80 ആണ് മാർക്കെങ്കിൽ അടുത്ത ഫേസിൽ അടുത്ത തവണ നടക്കുന്ന CET-യിൽ എനിക്ക് എന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിക്കോസ് നമ്മുടെ CET സ്കോർ എത്രത്തോളം കയറുന്നു അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരും. മിനിമം CET സ്കോർ ഫോർ എക്സാമ്പിൾ 80+ CET സ്കോർ ഉള്ളവർക്ക് SSCക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് 80+ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഇംപ്രൂവ്മെന്റ് പോസിബിൾ ആണ്. അതുകൂടാതെ 3 വർഷം ഈ സ്കോറിന് വാലിഡിറ്റി കൂടിയുണ്ട്. അപ്പൊ NRI CET എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊരു ബൂമായിരിക്കും, അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ ആയിരിക്കും. 2022 കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് വളരെ എന്താ പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞ പോലെ വൈഡർ ആവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോബിലേക്ക് ഒരു നല്ലൊരു സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് കയറാനുള്ള ചവിട്ടുപടിയായിട്ട് നിങ്ങൾ CET-യെ കാണുക. അപ്പൊ CET hope your confusions are over. CET-യെ പറ്റിയുള്ള കൺഫ്യൂഷൻസ് തീർന്നു എന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. Let's talk some more in 2022. ഈ പറഞ്ഞതല്ലാതെ ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് 2022 CET വഴി പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സാം ട്രെയിനിങ് സ്റ്റാർട്ടഡ് അറ്റ് എൻട്രി ആപ്പിൽ എക്സാം ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. CET-ക്കുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്ന ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക.
വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ CET-യുടെ ട്രെയിനിങ് തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിന്റെ പാർട്ട് ആവുകയും അതുവഴി ഇപ്പോഴേ CET-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എക്സാം വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ സെറ്റ് ആയിട്ടിരിക്കാം. അപ്പം മറക്കണ്ട, എൻട്രി ആപ്പിൽ ഓൾറെഡി CET-ക്കുള്ള അടിപൊളി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുന്ന ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക. അപ്പൊ CET എന്താണെന്നും CET-യുടെ കരുന്ന കുറച്ച് പെക്യൂലിയാരിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോയെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. സോ hope your doubts are over. So thanks and goodbye and all the best for your CET exam. So that's all for now. Thank you. Bye bye.